പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയെ അറസ്റ്റ് ചെയ്തു. ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. രാവിലെ 10 മണിയോടെയാണ് പ്രതീഷ് ചാക്കോ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയത്. ക്രൈംബ്രാഞ്ച് എസ് പി സുദർശൻ, അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൌലോസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതീഷ് ചാക്കോയെ വിശദമായി ചോദ്യം ചെയ്തു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും ഫോണും ഉൾപ്പെടെയുള്ളവ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചുവെന്ന് പൾസർ സുനി മൊഴി നൽകിയിരുന്നു. പിന്നീട് നടത്തിയ റെയ്ഡിൽ പ്രതീഷ് ചാക്കോയുടെ ഓഫീസിൽ നിന്ന് മെമ്മറി കാർഡ് കണ്ടെടുത്തിരുന്നു. എന്നാൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോൺ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതീഷ് ചാക്കോയിൽ നിന്ന് ചോദിച്ചറിഞ്ഞത്. ദിലീപ് ഉൾപ്പെടെ സിനിമാ മേഖലയിലെ പ്രമുഖരുമായുള്ള ബന്ധത്തെക്കുറിച്ചും ചോദിച്ചുവെന്നാണ് വിവരം. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രതീഷ് ചാക്കോയെ അറസ്റ്റ് ചെയ്തു. എന്നാൽ പിന്നീട് ജാമ്യത്തിൽ വിടുകയായിരുന്നു. ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ് പ്രതീഷ് ചാക്കോ ചെയ്തിട്ടുള്ളതെന്നും ചോദ്യം ചെയ്യലിനിടെ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തുവെന്ന് വ്യക്തമായാൽ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ലെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.